എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയ വളരെ ഹാർഷായിട്ട് പെരുമാറിയ രണ്ടുപേരാണ് നിങ്ങൾ രണ്ടുപേര്. പക്ഷേ ആക്ച്വലി ഞങ്ങള് റിപ്പോർട്ടിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് തന്നെ നസലിനെതിരെ ഇങ്ങനെ പെട്ടെന്നാണ് ഒരു സ്ഥലത്തുനിന്ന് കുറെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ കാണുന്നത്. ആക്ച്വലി ഞങ്ങൾ നമ്മളിങ്ങനെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ സാധനം സംസാരിക്കല്ലോ. അപ്പൊ ആദ്യം വിചാരിച്ചത് ഇത് സർക്കാസ് രൂപത്തിൽ എഴുതി വിടുന്ന ഏതോ സാധനങ്ങളാണെന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ കുറെ അതിങ്ങനെ കുറെ വന്നോണ്ടിരിക്കുന്നു. അപ്പം ആ സമയത്ത് തന്നെ പക്ഷെ നസ്ലിന്റെ നെക്സ്റ്റ് പടങ്ങളുടെ ഒക്കെ ഇപ്പൊ മോളിവുഡ് ടൈംസിന്റെ ആ ടൈമിൽ ഒരു പിക്ക് വന്നു. ടിക്കി ടാക്കേന്റെ അവര് നിയോഗ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടു. അതും പലതും ഈ റൂമേഴ്സും അല്ലെങ്കിൽ ഈ ടിക്കി ടാക്കൊക്കെ തന്നെ എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ ഒരു 2 ദിവസം നിൽക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. പുറത്താക്കിയോ ഞാനെന്തോ ഇത് എന്റെ പൈസ ഞാൻ അതിനേക്കാൾ കൂടുതൽ പൈസ ചോദിച്ചു അങ്ങനെ പുറത്താക്കി. ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളും ഇത് ആൾക്കാർക്ക് തോന്നുന്നത് എഴുതി വിടുന്നതായിരിക്കും. ഒന്നും പറയാനില്ല. അല്ല നമ്മൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പം ആഫ്റ്റർ ഓൾ നിങ്ങൾ എത്രയൊക്കെ സെലിബ്രിറ്റീസ് ആണെന്നൊക്കെ പറഞ്ഞാലും ആഫ്റ്റർ ഓൾ ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ അല്ല നമ്മൾക്ക് തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ ഇന്റർവ്യൂ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒക്കെ പോയിട്ട് കമന്റ് നോക്കുമല്ലോ. അതിനകത്ത് ചിലപ്പം 1-2 കമന്റ്സ് ഇപ്പൊ ചോദ്യങ്ങൾ റെഡി ആയില്ല അല്ലെങ്കിൽ വളരെ മോശം എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. അത് ഞാൻ പറഞ്ഞ 2 കമന്റ് വന്നാലേ നമ്മൾ ഇച്ചിരി എഫക്ട് ആവും. 10 കമന്റ് നല്ലതുണ്ടെങ്കിലും. അതായത് പക്ഷെ നിങ്ങൾ ഇതിനെങ്ങനെ എസ്പെഷ്യലി യങ് ഏജിലുമാണ് കൊറേ കണ്ടിട്ടും ഇല്ലല്ലോ. പക്ഷെ നമ്മളിങ്ങനെ ബഡ് ചെയ്ത് അത്യാവശ്യം ഒരു സെറ്റപ്പ് ഇങ്ങനെ വരുന്ന സ്റ്റേജിൽ ഇത്ര വരുമ്പം നിങ്ങൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണേ എന്നുള്ളത് ചെയ്യാനില്ല. അത് എന്താ പറയാ ഓരോരുത്തരുടെ അവര് ഇന്നതാണ് ഇന്നാള് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ എന്താ ഇത് വിടുക. നമ്മളതിലൊന്നും ചെയ്യാനോ പറയാനോ ഇല്ല. നമുക്കത് പോയി പറഞ്ഞിട്ട് വർക്കില് കോൺസെൻട്രേറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ടിക്കി ടാക്കയുടെ ആ ഒരു റൂമർ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള അവര് ഷെയർ ചെയ്തപ്പോ അത് അവിടെ നിന്നു. അതുപോലെ തന്നെ ഉള്ളു എല്ലാ കാര്യങ്ങളും. നമ്മളുടെ വർക്ക് എന്താ കഴിഞ്ഞ ഇതില് പറഞ്ഞ പോലെ പടം ബേസിട്ടും ഇത് സംഭവം ഫേസ്ബുക്കിലൊക്കെ മോണിറ്റൈസേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത് തുടങ്ങിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു പോസ്റ്റ് ഇട്ടിട്ട് ഇവൻ കൊള്ളാം നസ്ലിന്റെ അടുത്ത് സൂപ്പർ സ്റ്റാർ താഴെ തെറി പറയണം എന്നാലേ അതിന് റീച്ച് കൂടുള്ളൂ. കൂടുതൽ കമന്റ്സ് വരുമ്പോ ഇതിന്റെ റീച്ച് കയറും. റീച്ച് കയറി കഴിയുമ്പോൾ അതായത് ഡോളർ കണക്കിനാണ് ഇപ്പൊ സംഭവം വരുന്നത്. അതിന് അതേ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു ചെറിയ പാരഗ്രാഫ് എഴുതിയിട്ടാ മതി. ഫേസ്ബുക്ക് പോസ്റ്റുകള് മെറ്റേന്ന് മോണിറ്റൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓർഗനൈസ് അങ്ങനെയൊന്നും വേണ്ട. അതാണ് ലൈക്ക് സെയിം കൈൻഡ് ഓഫ് കുറെ പോസ്റ്റുകൾ ഈ അടുത്ത് ഭയങ്കരമായിട്ട് ആൾക്കാരെന്നെ ചെയ്യുന്നത്. അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് അത് വരിക. ഇതാണ് ഇതിനെ പറ്റി നിലവിലുള്ള അറിവ്. ആക്ച്വലി അതിന്റെ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു നസ്ലിന്റെ കാര്യത്തിൽ നടന്നതെന്നാണ്. കൂടുതലും ഞാൻ ആ സമയത്ത് നോക്കിയപ്പോ കണ്ടാട്ടോ ഈ ഫേക്ക് അക്കൗണ്ടും ഇതില്ലാത്ത എന്തെങ്കിലും റോസോ അല്ലെങ്കിൽ പ്രൊഫൈലൊക്കെയാ.